ജൂൺ 10 പൈദ്യമാരി വെങ്കട സുബ്ബറാവു ജന്മദിനം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ രചിച്ച പ്രശസ്ത എഴുത്തുകാരനും ബഹുഭാഷാ പണ്ഡിതനുമായ പൈദ്യമാരി വെങ്കട സുബ്ബറാവു 1916 ജൂൺ 10 തെലുങ്കാനയിലെ നെൽഗൊണ്ട ജില്ലയിലെ അന്നേപർത്തി ഗ്രാമത്തിൽ ജനിച്ചു. സംസ്ഥാന ട്രഷറി ഉദ്യോഗസ്ഥനും തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പാണ്ഡിത്യമുള്ള വ്യക്തിയുമായിരുന്ന അദ്ദേഹം 1962 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് തെലുങ്ക് ഭാഷയിൽ തയ്യാറാക്കിയ ഈ പ്രതിജ്ഞ തൻ്റെ സുഹൃത്തു വഴി അന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ PVG റാവുവിന് കൈമാറി. 1964 ബാംഗ്ലൂരിൽ ചേർന്ന ഒരു കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ സമിതി യോഗത്തിൽ ചെയർമാൻ MC ചഗ്ല ഈ പ്രതിജ്ഞ അവതരിപ്പിച്ചു. ദേശസ്നേഹം തുളുമ്പുന്ന ഈ പ്രതിജ്ഞ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ പഠിക്കണമെന്നും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചൊല്ലണമെന്നും യോഗത്തിൽ തീരുമാനമായി. 1965 ജനുവരി 26 ഇത് ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിക്കപ്പെട്ടു. തുടർന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും അതത് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട് പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വരികയും സ്കൂൾ അസംബ്ലിയിൽ ചൊല്ലുകയും ചെയ്തു. ഇതെഴുതിയ പൈദ്യമാരി വെങ്കട സുബ്ബറാവു ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ തൻ്റെ പേരക്കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ എത്തിയപ്പോൾ താൻ എഴുതിയ വാചകങ്ങൾ അസംബ്ലിയിൽ ചൊല്ലുന്നതും നൂറുകണക്കിന് കുട്ടികൾ ഏറ്റുചൊല്ലുന്നതും കേട്ട് നിർവൃതി പൂണ്ട് നിശബ്ദനായി തൻ്റെ ജോലിയിലും സാഹിത്യ പ്രവർത്തനത്തിലും മുഴുകി ജീവിതം തുടർന്നു. രാജ്യത്തെ കോടിക്കണക്കിന് പാഠപുസ്തകങ്ങളുടെ ആദ്യ താളുകളിൽ ഈ പ്രതിജ്ഞ അച്ചടിച്ചു വന്നെങ്കിലും അത് രചിച്ച ആളായ പൈദ്യമാരി വെങ്കട സുബ്ബറാവുവിൻ്റെ പേര് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ രേഖകളിൽ മാത്രം ഒതുങ്ങിപ്പോയി. 1988 ഓഗസ്റ്റ് 13 അദ്ദേഹം മരിച്ച ശേഷമാണ് ഈ പ്രതിജ്ഞയുടെ യഥാർത്ഥ രചയിതാവ് പൈദ്യമാരി വെങ്കട സുബ്ബറാവു ആണെന്ന് ലോകം അറിയുന്നത്. ആൽക്കഹോളിക് അനോണിമസ് ദിനം. എല്ലാ വർഷവും ജൂൺ 10 ആൽക്കഹോളിക് അനോണിമസ് ദിനമായി ആചരിക്കുന്നു. മദ്യപാനാസക്തിയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്നതിനായി രൂപീകരിച്ച ആഗോള കൂട്ടായ്മയായ ആൽക്കഹോളിക് അനോണിമസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക ദിനമാണ് ജൂൺ 10. 1935 ജൂൺ 10 അമേരിക്കയിലെ ഒഹയോവിൽ ബിൽ വിൽസൺ എന്ന ബിസിനസ്സുകാരനും ഡോക്ടർ ബോബ് സ്മിത്ത് എന്ന ഡോക്ടറും ചേർന്നാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. മദ്യപാന നിമിത്തം ജീവിതം തകരാറിലായ ഇരുവരും തങ്ങളുടെ ദുഃഖം പരസ്പരം പങ്കുവയ്ക്കുകയും അതിൽ നിന്ന് മോചനം നേടാൻ പരസ്പരം സഹായിക്കുകയും ചെയ്തു. തങ്ങളുടെ മദ്യപാനശീലം മാറ്റാൻ പരസ്പരം സഹായിച്ച ഇവർ ഈ അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അതിനുവേണ്ടി 12 ഇന പരിപാടികളും ആസൂത്രണം ചെയ്തു. മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇതിൽ അംഗമാകാം. അംഗങ്ങൾ തങ്ങളുടെ അനുഭവങ്ങളും പ്രത്യാശകളും പങ്കുവയ്ക്കുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിടില്ല. അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തവർ എന്നർത്ഥം വരുന്ന അനോണിമസ് എന്ന പേര് ഈ പ്രസ്ഥാനത്തിന് നൽകിയത്.